അപ്പോൾ നമ്മളെല്ലാവരും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതാ നമ്മളെ പല വെറൈറ്റിയിലെ ഇഡ്ഡലിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഇതാ ഇത് ഒറിജിനൽ ഇഡ്ഡലി, ഇത് നമ്മളെ കുത്തൂൺ ഇഡ്ഡലി. ഇത് ഇപ്പം കുറേ നാളായി നമ്മൾ ഇഡ്ഡലി ആക്കാത്തത്. അപ്പം നാളെ ഇഡ്ഡലി ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇതൊന്ന് കുത്തൂണ് മേടിച്ചിട്ടുണ്ടല്ലേ, നമ്മ വീട്ടിൽ കുത്തൂണ് മേടിച്ചിട്ടുണ്ട്. അത് മേടിച്ചതിന് നമ്മൾ ഇഡ്ഡലി ആക്കിയില്ല. അപ്പം കുറച്ച് നമ്മൾ കയ്യിൽ ഒഴിക്കുക, മറ്റേ തട്ടിൽ ഒഴിച്ചിട്ട് ആക്കാം നമുക്ക്. അപ്പോൾ പച്ചരിയും ഉഴുന്നും എല്ലാം കൂടെ കഴുകി എടുത്തിട്ടുണ്ട്. കുറച്ച് ഉലുവി എടുത്തിട്ടുണ്ട്. ഉലുവി ഇട്ടാൽ നല്ല രസമാണ്. പിന്നെ ഉഴുന്ന് ദോശ ആയാലും അതെ, ഇഡ്ഡലി ആയാലും അതെ. ചിലവർക്കൊന്നും ഉലുവേൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെ ഇല്ലവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം അല്ലമ്മ. പിന്നെ അപ്പോൾ ഈ ക്ലാസ്സിന് 1.5 ഗ്ലാസ് അരിയും 3/4 ഗ്ലാസ് ഉഴുന്നുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു നുള്ള് പിന്നെ ഉലുവി. അപ്പോൾ നമ്മിപ്പം എത്രയാണോ പച്ചരി എടുക്കുന്നത് അതിൻ്റെ പകുതി ഉഴുന്നെടുക്കണം കേട്ടോ. എന്നാലാണ് നല്ല അടിപൊളി ഇഡ്ഡലി കിട്ടല്. നമുക്ക് അരച്ചേക്കാൻ പാട് വീതിട്ടുണ്ട്, എങ്ങനെയാണെന്ന് അറിയില്ല. നല്ല ഇഡ്ഡലി എപ്പോൾ ആവലുണ്ട്. അപ്പം നമുക്ക് നേരത്തെ അരച്ച് വെക്കണം, നമുക്കൊന്ന് കുറച്ച് വീതി വരക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിലവരില്ലേ പിന്നെ പച്ചരി വേറെ ഉഴുന്ന് വേറെ അങ്ങനെ പുതിർക്കും. പച്ചരി കുറച്ച് നല്ലോണം അരിയും, ഉഴുന്ന് അധികം അങ്ങനെ അരക്കൂല അല്ലേ. ദോശേനേക്കാളും ഇഡ്ഡലിക്ക് കുറച്ചും കൂടി അരവ് കുറവ് മതി. ദോശക്കാൾ നല്ലോണം അരയുണ്ട്, ഇഡ്ഡലിക്ക് ചെറുങ്ങനെ ഒരു തെരിതെരി ഉണ്ടാകുന്നത് നല്ലതാണ്. നല്ല ഇഡ്ഡലി കിട്ടും. അപ്പം നമ്മിന്ന് വേറെ സെപ്പറേറ്റ് ഒന്നും ആക്കിയിട്ടാ, ഒന്നിച്ച് തന്നെ കുതിർത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്താലും മതി. അതെ, എളുപ്പപ്പണീൻ്റെ ആൾക്കാരാണ് നമ്മ. അതെ. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. കുറച്ച് ചോറും കൂടി ഇടണം കേട്ടോ. അപ്പോൾ ഇത്രയും അരിക്ക് നമ്മളതാ ചോറ് ഒരു വലിയൊരു കയ്യിൽ നിറച്ചും ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് അരച്ചെടുക്കുക. വെള്ളം അധികം ചേർക്കേണ്ട, ഇഡ്ഡലിക്ക് കുറച്ച് ചേർത്തിട്ട് അരച്ചാൽ മതി അല്ലമ്മ. കുറച്ച് കട്ടിയിൽ വേണം മാവ് ഉണ്ടാവാൻ. അപ്പോൾ ആദ്യത്തെ സെറ്റ് മാവ് ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കട്ടിയിൽ അരച്ചെടുത്താൽ പിന്നെ നമുക്ക് കൂടുതൽ കട്ടിയെന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇങ്ങനെ ആക്കാമേ. പിന്നെ ലൂസായി പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനാവില്ല കേട്ടാ. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും നമ്മളുടേതായ രീതിയിലാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടാ. എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത സെറ്റും കൂടി ഒന്ന് അരച്ചെടുക്കാം കേട്ടാ. ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഇഡ്ഡലിക്കുള്ള മാവെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് പണിയല്ലമ്മേ. നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം എല്ലാം കൂടി. ബീച്ചിട്ട് ഒഴിച്ചാലേ ചിലപ്പോൾ എന്തായാലും വെള്ളം യാത്രയാവും. തുടച്ചിട്ടില്ലേ നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ പുളിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഉഴുന്നിൻ്റെ ദോശയൊക്കെ ആയാലും ഒരു നുള്ളു പഞ്ചസാര ഇട്ടാൽ ആ പുളി അങ്ങനെ മുമ്പിൽ വെക്കൂല. അതുപോലെ നമ്മൾ അരക്കുമ്പോൾ അപ്പം അധികം പുളിയൊന്നും ഉണ്ടാവില്ല ദോശ, എന്നാലും ഇതിനൊരു ടേസ്റ്റാണ് പഞ്ചസാര ഇട്ടാൽ. അതെ, നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കി ഒഴിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം മാവ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഇതിൽ അരച്ച വെള്ളം ചേർത്തിട്ട് വേറെ വെള്ളം ചേർത്തിട്ടാ ഞങ്ങാട്ടും വലിയ കയ്യിലാണെന്ന് ചെയ്യും. മുമ്പിൽ ആ ചൂളിയുള്ള ഉഴുന്ന് പിടിയെന്ന് ഇട്ടാറുണ്ട്. അത് കറുത്ത ചൂളി ഉണ്ടാവുക. മുതുമ്പൻ ഉഴുന്ന് തന്നെ ഇട്ടാറുണ്ട്.
അത് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് പിന്നെ കഴുകുമ്പോൾ കുറച്ചെല്ലാം പോവും, കുറച്ചെല്ലാം ഉണ്ടാവും. നല്ല ഒരു പിന്നെ അരച്ചാൽ ഇങ്ങനെ കറുപ്പ് കറുപ്പ് ഉണ്ടാവും. പക്ഷെ നല്ല ടേസ്റ്റാണ്. ഇഡ്ഡലി ആയാലും ദോശ ആയാലും കുറച്ച് കറുപ്പുണ്ടാവും. നല്ല ഒറിജിനൽ വീന്നല്ലേ അത്, നല്ല രസമാണ്. പക്ഷെ കറുപ്പ് കാണുമ്പോൾ ചിലവർക്കൊന്നും ഇഷ്ടപ്പെടില്ല. നല്ലതാണ്. ഉപ്പന്നെ രാവിലെയാണ് ഇടുന്നത് ചെയ്യും. ഇപ്പോൾ രാത്രി ഇട്ടാൽ പുളി വരും. ചൂടാനാകുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ട് ചുടൽ. വേനൽക്കാലത്താണെങ്കിൽ എങ്ങനെ അരച്ച് വെച്ച് കഴിഞ്ഞാലും ഇഡ്ഡലീൻ്റെ മാവ് പൊന്തുമല്ലോ അമ്മ. മഴക്കാലത്ത് കുറച്ച് റിസ്ക്കാണ് മാവ് പൊന്താൻ വേണ്ടിയിട്ട്. അതൊന്നുമില്ലെങ്കിൽ അടുപ്പ് നടമ്മ ചൂടുണ്ടെങ്കിൽ അടുപ്പ് നമ്മ വെച്ചാൽ അടുപ്പിന് കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചിട്ട് അതിൻ്റെ മേലെ ഇത് വെച്ചാൽ മഴക്കാലത്ത് അങ്ങനെയാവും. പക്ഷെ ഇപ്പം നമുക്ക് പേടി വെക്കാനാവില്ല. എന്ന് വെച്ചാൽ ഇപ്പം പാട് പെയ്തു, അടുപ്പ് നമ്മ ചൂടില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. തിളപ്പിച്ച വെള്ളമാണ്. അതിന് പകുതി തണിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടോടെ വെക്കാൻ പാടില്ല, ഇളം ചൂടുണ്ട്. അതിൻ്റെ മേലെ നമുക്ക് എടുത്തു വെക്കാം. മഴക്കാലത്താണെങ്കിൽ പൊന്തണെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. നമ്മ ഇന്ന് അരക്കാൻ പെയ്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടാ. വേനൽക്കാലത്ത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മ എന്തല്ലോ പണിയെടുത്തിട്ട് അരക്കാൻ പെയ്തു പോയി, അതാണ് സംഭവം. അപ്പോൾ ഇതിനാവും നമ്മുടെ. അപ്പം ഇങ്ങനെ വൈദ്യുതി അരക്കുന്നവർ ഇതാണെന്ന് ചെയ്തു നോക്കുക. പിന്നെ ഇവിടെ നിന്ന് ചെറിയ ഇടിയും മഴക്കോളെല്ലാം കാണുന്നുണ്ട്. ചിലപ്പോൾ രാത്രിക്ക് എങ്ങാനും മഴ പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ തണുപ്പ് കൊണ്ട് ഇത് പൊന്താനും ചാൻസ് ഇല്ല. അതുകൊണ്ട് റിസ്ക് എടുക്കണ്ട, ഇതേതായാലും പൊന്തിക്കോളും. അപ്പോൾ ഇത് അത്യാവശ്യം ചെറിയ ചൂടുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ കാണാം. അപ്പം അമ്മക്ക് എന്നാ ഇഷ്ടം? ഇഡ്ഡലീൻ്റെ അപ്പുറം ചട്നിയാണ് ഇഷ്ടം, മറ്റേ സാമ്പാറാണ് ഇഷ്ടം? ചട്നി പറഞ്ഞാൽ തേങ്ങയും ഇതെല്ലാം കൂടി മുളകെല്ലാം കൂടി അരക്കുന്നതിന് നമ്മുടെ ചട്നി പറയില്ല കേട്ടാ. അപ്പം വറ്റൽമുളക്. ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് രാവിലെ കാണാം. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയിട്ടുണ്ട്. നമുക്ക് നമ്മളെ ഇഡ്ഡലി മാവ് എങ്ങനെ പൊന്തിരിയോ എന്നെല്ലാം നോക്കാം. നല്ല അടിപൊളിയിൽ പൊന്തി വന്നിട്ടുണ്ട് കേട്ടാ. ഇപ്പം നമ്മൾ അരച്ച് വെക്കുമ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിട്ടാ. ഇപ്പം അന്ന് ചൂടാൻ സമയത്താണ് ഉപ്പിടുന്നത് കേട്ടാ. അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടാ. ഇനി അരക്കാൻ വയ്യുമ്പം എല്ലാവരും വൈകിനെങ്കിൽ ഇങ്ങനെ ആക്കി വെച്ചാൽ മതി. അതേപോലെ മഴക്കാലത്തെല്ലാം ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി പെർഫെക്റ്റ് ഇഡലി കിട്ടിയുണ്ടാ. ഇനി ചുട്ടിട്ടും കൂടി നോക്കണല്ലോ അമ്മ. ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിച്ച് ഉപ്പാടാതെ കഴിക്കുമല്ലോ. ഉപ്പുണ്ടാവട്ടെ. ഉപ്പുണ്ട്. അപ്പോൾ ഒരു സെറ്റ് ഇഡലി നമ്മ വിറകടുപ്പിലാക്കുന്നല്ലോ അമ്മ. കുത്തൂണ് വാങ്ങിയിട്ടന്ന്. അതെ, ഇങ്ങനത്തെ ഇതാണ് കുത്തൂണ്. പിന്നെ എല്ലായിടത്തും ഒന്നും പറയലെന്ന് അറിയില്ല. സ്റ്റീലിന്റെ ചെറിയൊരു സാധനം. അതിന് നല്ല ഷേപ്പിലും ഇട്ടിട്ട്. അപ്പം ഇതിലേക്ക് എന്താ പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മേലെയായിട്ട് നമുക്ക് അത് മാവ് ഒഴിച്ചിട്ട് വെച്ചെടുക്കാം. പണ്ടേത്തെ അതിലുണ്ടായ ഇഡ്ഡലി തട്ടെല്ലാം എല്ലാം പോയി. ഇവിടുത്തെ 2 ബിരുദന്മാര് ബാളും പരിചയമാക്കി കളിച്ചു. പിന്നെ ഉള്ളിലെല്ലാം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തടയി കൊടുക്കാം. അഞ്ചെണ്ണ ഇല്ലല്ലോ മാ. ആട്ടം കൊണ്ട് വെക്കാൻ പറ്റൂല്ലേ? അഞ്ചെണ്ണ വാങ്ങിട്ടോ. ഇനി നമുക്ക് നമ്മളെ മാവ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടാ. പൊന്തി മുകളിലേക്ക് വരും അല്ലേ.
പകുതിയെ ഒഴിച്ചെടുക്കുന്നില്ല കേട്ടോ. അവിടെ കുറച്ചുകൂടെ ഒഴിക്കാം. ഇത് പൊന്തി വരുമോ അമ്മ മേലേക്ക്? വരുമല്ലേ? ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇഡ്ഡലി കുക്കറിലാന്ന് വെക്കുന്നത് കേട്ടാ. അത് 5 ഇല്ലു. അതായി വരുമ്പോഴത്തേനും പിന്നെ അടുത്ത നമുക്ക് ഇഡ്ഡലി കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കുമല്ലോ അമ്മ. അപ്പം ഇതിലും ഇതാ എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. ചെറിയ എന്താന്ന് ചെറിയ ചെറിയ ഇഡ്ഡലി ഇടല്. അപ്പം അടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ തട്ട് ഇറക്കി വെക്കാം കേട്ടാ. ഈ അടിയത്തേല് നമ്മ ഒഴിക്കുകയില്ല. എന്താ വെച്ചാൽ വെള്ളം തിളച്ചിട്ട് ഈ തട്ടിലേക്ക് ഇങ്ങനെ വരും. അതുകൊണ്ട് അടിയത്തെ എന്തായിട്ടും വെള്ളം നനഞ്ഞിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. അതുകൊണ്ട് ബാക്കിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാത്തിലും എണ്ണ തടിയിട്ടുണ്ട്. ചിലപ്പോൾ അത് ലാസ്റ്റ് വെക്കേണ്ടിയിരിക്കും. ആയിരിക്കും. ഇതിൽ 1 2 3 4 തട്ട് വരുന്നുണ്ട് കേട്ടോ. 5 വരുന്നുണ്ട്. അടിയത്തേൽ ഒഴിക്കുന്നില്ല. ബാക്കിയിലേതും കൂടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ വെച്ചാൽ പ്രശ്നമില്ല അമ്മ. അടിയത്തത് ഇങ്ങനെ പൊന്തി വന്നിട്ട് ഈ മുകളത്തെ തട്ടിൻ്റെ അവിടെ മുട്ടും. നമുക്ക് നല്ല പെർഫെക്റ്റ് കിട്ടൂല. അതാ പ്രശ്നം. സാമ്പാറുണ്ട്, എന്നാലും കുറച്ച് തേങ്ങ ചട്നി ആക്കാന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റാണ്. ഇവിടെ കുറേ ആക്കാനും ചട്നിയാണ് ഭയങ്കര ഇഷ്ടം. അമ്മ ഇയാള് വിസിലടിക്കലായി. ഒരു 5-10 മിനിറ്റ് കൊണ്ടുവരുക. കുറച്ച് വിസിലടിച്ച് കഴിഞ്ഞാൽ പിന്നെ സ്ലോ ആക്കി വെക്കാം. അപ്പോൾ ഇതാ നമ്മളെ കുത്തൂണിൽ വെച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടാ. തൊടുമ്പോൾ കഴിക്കൊന്നും പറ്റുന്നില്ല. റെഡി ആയിട്ടുണ്ട്. നമുക്ക് വാങ്ങാം. ഇങ്ങനത്തെ ഒരു 5 കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത സെറ്റ് വെക്കായിരുന്നല്ലോ മേ. അടുത്ത വേറെ എടുത്ത് വെക്കണം. അന്നേരം വേമ്പേ പരിപാടി. ഇതിപ്പോൾ നമ്മ 5 ഇങ്ങനെ അമ്മ ഇതിനിടക്ക് പൈനൂർ പോയാലും ജസ്റ്റ് ഒന്ന് വാങ്ങിയതാണ് കേട്ടാ. 5 കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അമ്മ സ്റ്റൗവിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അതിൽ അങ്ങനെ വെക്കാൻ തണിഞ്ഞിട്ടാകുമ്പോ നമുക്കിന്ന് എടുക്കാം. ചൂടോടെ എടുത്താലും ഷേപ്പിൽ കിട്ടൂല. അപ്പൊ ഇന്ന് നമ്മ പല വെറൈറ്റിയിലെ ഇഡലിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കിത് പ്ലേറ്റ് വെച്ചിട്ട് കേക്ക് പോലെ മുറിച്ചെടുത്ത് തിന്നാലേ. എല്ലാവർക്കും പണിക്ക് പോകണം. അതുകൊണ്ട് പിന്നെ കുട്ടികളും പണിക്കും. അതി ട്യൂഷന് പോകാൻ തുടങ്ങി. അപ്പം പിള്ളേർക്കും വേഗം ചായ കൊണ്ടുവരും. 10ാം ക്ലാസ്സിലായി അതിക്കൂടെ. അതെ, 10ാം ക്ലാസ്സിലേക്കാണ് ഉള്ളത്. അപ്പൊ ഇതിലും കൂടെ ഒഴിച്ചാലേ നമുക്ക് മുറിച്ച് തിന്നലാ. സ്റ്റീലിൻ്റെ പാത്രത്തിൽ എണ്ണ തടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോഴല്ലേ അമ്മ നല്ല സ്ക്വയർ ഷേപ്പിൽ തട്ടെല്ലാം വാങ്ങാനുണ്ട്. ചതുരത്തെ ഇഡലി കിട്ടും. ഓൺലൈനിലുണ്ട്. നമുക്ക് വാങ്ങണം ഒരു ദിവസം. എന്നിട്ട് നമ്മൾ ആവിപ്പാത്രത്തിൽ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട്
നല്ല അടിപൊളി ഇഡലി കിട്ടിയിട്ടാ. നാവേൻ തണിയാൻ വേണ്ടിയിട്ട് അത് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. അതിന് ഒരു പാത്രത്തിൽ വെള്ളാക്കിയിട്ട് വേഗം തണി കിട്ടും നമുക്ക്. നല്ല പോലത്തെ ഇഡ്ഡലി ആയിട്ടുണ്ട്. ഇങ്ങനത്തെ കുത്തൂണ് ഒരു 5-6 കൂടെ മേടിക്കണം. എന്താ നല്ല സോഫ്റ്റും ഉണ്ട് കേട്ടാ. നല്ല സോഫ്റ്റും ഉണ്ടാവുക. നല്ല സോഫ്റ്റും ഉണ്ട്, നല്ല ഷേപ്പും കിട്ടി. പണ്ടുള്ളവരിൽ അധികം ഇങ്ങനത്തെ കുത്തൂണ് അലുമിനിയത്തിൻ്റെതെല്ലാം കട്ടി ഉണ്ടാവും. അങ്ങനത്തെ ഞങ്ങൾ വീട്ടിലോ കണ്ടിട്ടുണ്ട് കുറേ. ഇപ്പം ആദ്യം അങ്ങനത്തെ കുത്തൂണ് വന്നിട്ടുണ്ട്. അന്ന് കണ്ടിട്ട് എനിക്കൊരു കൗതുകം തോന്നി ഞാനന്ന് വാങ്ങിയതാണ്. അപ്പം ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ വാങ്ങണം. ഇനി പൈൻറ്റ് പോയാൽ കുറച്ചുകൂടെ വാങ്ങിയാൽ നമുക്ക് മാറ്റി മാറ്റി വെക്കാലാ. പിന്നെ ഏടെ പണിയും വെക്കാം. അലുമിനിയം പാത്രമല്ലേ, നമുക്ക് മുറ്റത്താണെങ്കിലും വിറകടുപ്പിൽ ഏടെ വേണമെങ്കിലും വെച്ചാൽ വേഗം ആവുകയും ചെയ്യും. അതേപോലത്തെ സ്റ്റീലിൻ്റെയും ഉണ്ട് കേട്ടോ ആവിപാത്രം. വേണമെങ്കിൽ നമുക്ക് ഗ്യാസ് അടുപ്പിലും വെക്കാം. ഇത് വെച്ചിട്ട് അങ്ങനെയും വെക്കാം. അതിപ്പോൾ നമ്മളെ വീട്ടിലത്തെ ഇഡ്ഡലി പാത്രം എത്ര പിന്നെ കുറേ കൊല്ലായി. അത് കൂട്ടാലും ജനിക്കുന്നതിന് ഇപ്പോഴത്തെ ഇഡ്ഡലി പാത്രമാണ് നമ്മുടെ അടുത്തുള്ളത്. ഈ അലുമിനിയത്തിൻ്റെ കുറേ കൊല്ലായി. നിന്റെ കല്യാണത്തിന് മുമ്പേ വാങ്ങിയ ഇഡ്ഡലി പാത്രം ഉള്ളത്. കുറേ അത് വാങ്ങിയിട്ട് നീടെ ചെറുതുണ്ടാകുമ്പോൾ വാങ്ങിയതാണെന്ന് പറയാൻ കഴിയില്ല എനിക്ക്. ചുട്ടരച്ച ചമ്മന്താണ് വാട്ടുപറക്കി അടുപ്പിലിട്ട് കണലിൽ ചുട്ടിട്ട് ഇതാണ് മുമ്പേ ഇപ്പം ചെയ്യുന്നതാണ്. ഇപ്പം ചെയ്യാത്തത് അല്ലേ. ഇപ്പം ഗ്യാസിൽ ഇങ്ങനെ കാണിക്കൂ. പക്ഷേ കണലിലിട്ടിട്ട് ചുട്ടതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. നല്ല മണമ്മ ചുട്ടതിൻ്റെ അല്ലേ. അപ്പോൾ ഇതാ ചമ്മന്തിക്കില്ലേ ചട്നിക്കില്ലേ, നമ്മൾ ചട്നി എന്നാ പറയലല്ലോ അമ്മ. അപ്പോൾ തേങ്ങയിലൂടെ എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയാ ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ചുവന്ന ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 3-4 വറ്റൽമുളക് ഇതാ കനലിൽ അമ്മ ചുട്ടെടുത്തിട്ടുണ്ട്. ആവശ്യത്തിൽ ഉപ്പ്, ഒരു നുള്ള് പുളി എടുത്തിട്ടുണ്ട് കേട്ടാ. ഇഡ്ഡലിക്ക് അരക്കുമ്പോൾ വേണമെന്നില്ല. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് അരച്ചെടുക്കാം. ലാസ്റ്റ് കടുകും കറിവേപ്പിലും വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചട്നി റെഡി. അപ്പോൾ നമ്മളെ ഇഡ്ഡലി കുക്കറിൽ വെച്ച ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തണിയാൻ വേണ്ടിയിട്ട് വെക്കാം. അങ്ങനെ നമ്മളെ തേങ്ങാ ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പ്ലേറ്റിൽ വെച്ച ഇഡ്ഡലിയും കൂടി റെഡിയായി. പ്ലേറ്റ് ഇഡ്ഡലി അല്ല നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടാ. പട്ടയപ്പം അല്ലേ. പട്ടയപ്പത്തിന്റെ മാതിരി ഉണ്ട്. അതിന് കുറച്ച് ചെറിയ ഇതെല്ലാം വെച്ചാൽ പട്ടയപ്പം തന്നെ. പട്ടയപ്പത്തിന് പക്ഷെ ഉഴുന്നരക്കൂല. അതിന് തേങ്ങയും തേങ്ങ വെള്ളം അല്ലെങ്കിൽ കള്ളി ചേർക്കുന്നവർ കള്ളി ചേർക്കും. നമ്മൾ തേങ്ങ വെള്ളം ആക്കിയിട്ടാണ് ആക്കിയത്. അപ്പോൾ തേങ്ങ നല്ലോണം വേണം. അപ്പോൾ അത് മുറിച്ച് കൊടുത്തേട്ടെ നമ്മൾക്ക്. അപ്പോൾ നമ്മളെല്ലാവരും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതാ നമ്മളെ പല വെറൈറ്റിയിലെ ഇഡ്ഡലിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഇതാ ഇത് ഒറിജിനൽ ഇഡ്ഡലി, ഇത് നമ്മളെ കുത്തൂൺ ഇഡ്ഡലി, ഇത് പണ്ടേത്തെ മോഡൽ ഇഡ്ഡലി, ഇത് ഇപ്പോഴത്തെ ചെറിയ സ്റ്റീലിൻ്റെ ഇഡ്ഡലി കുക്കർ അല്ലേ, ഇഡ്ഡലി കുക്കറിലുള്ളത്. പിന്നെ വേവേ ആകാൻ വേണ്ടി പ്ലേറ്റിലാണ് വെച്ചു. അപ്പം നമുക്ക് കഴിക്കാം. നല്ല ചട്നി ഉണ്ട്, സാമ്പാറും ഉണ്ട് കേട്ടാ. വറുത്തരച്ച സാമ്പാർ. കഷ്ണം കഷ്ണം കഴിക്കൂല സാമ്പാറത്തെ. അവന് കഷ്ണേ വേണ്ടു. ഓ ചട്നീൻ്റെ ആള്. ഇഡ്ഡലിയും ചട്നി നെയ് നിർത്താം. വേണ്ടത് എടുക്ക്, വേണമെങ്കിൽ ആദ്യം എടുത്തൂടെ. എനിക്ക് ഇതാണ് ഇഷ്ടായി. നമ്മളെ വിറകടുപ്പിൽ വെച്ച സൈഡ് നല്ല ഷേപ്പിൽ കിട്ടീന്. ലോകൂട്ട എല്ലാം ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടാ.
എല്ലാത്തിനും ഒരേ ഷേപ്പ് വ്യത്യാസം ഇല്ല, എല്ലാത്തിനും ഒരേ ടേസ്റ്റ് ആയിരിക്കും കേട്ടാ. അമ്മ ചട്നിയാ? ചട്നി നല്ല രസമുണ്ട്. ലോക- ചട്നി ഭയങ്കര ഇഷ്ടമാണ്. അതെ, ലോകവും ചട്നിയാണ്. അത് ഈ ചട്നിയും സാമ്പാറും അപ്പൊ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇഡ്ലീന്റെ ഒപ്പം ഏത് കോമ്പിനേഷനാണ് ഇഷ്ടം ഒന്ന് കമന്റ് ചെയ്യണേ അല്ലേ. എനക്ക് ചട്നിയും സാമ്പാറും ഇഷ്ടമാണ്. സാമ്പാറാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എനിക്ക് ചട്നിയാണ് ഇതിന്റെ ഒപ്പം കൂട്ടാൻ ഇഷ്ടം. ഞാൻ ആദ്യക്കൂട്ടനെ പോലെ തോന്നുന്നു, ലോകു അമ്മേനെ പോലെ. അപ്പൊ നമ്മ ചായ കുടിച്ചിട്ട് വരാം. എങ്ങനെയായിട്ട് ടേസ്റ്റ് ഉണ്ടാ? ഇഡ്ഡലി ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ വെച്ചാൽ ഇത്രേ ഉള്ളൂ. എങ്ങനെയുണ്ടമ്മേ ഇഡ്ഡലി? നല്ല ലോകം എന്ന് പറയുന്നുണ്ട്. നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. നമ്മ വെയിലിട്ട് അരച്ചാലും നല്ല വൃത്തിയിൽ പൊന്തി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും കിട്ടിയിട്ടാ. അതിന് സാമ്പാർ പിന്നെ നമ്മ ഇന്നലെ രാത്രി ഉണ്ടാക്കിയതാണ്. അതിന് ചട്നി ഒന്നാക്കിയപ്പോൾ എനിക്ക് ചട്നിയാണ് ഇഷ്ടം. ചോറിന് കൂട്ടാൻ സാമ്പാർ ഇഷ്ടമാണ്. അടിപൊളി ഇഡ്ഡലിയാന്ന് എല്ലാവരും ഇതെനിക്ക് ആക്കി വെക്കുക കേട്ടോ. അതെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബെല്ലാം ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.